നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. ആദ്യം തലക്കെട്ടുകൾ. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ ചർച്ച ഫലം കണ്ടു. ജീവനക്കാർക്ക് 5 മാസത്തെ ശമ്പളം നൽകും. എക്സ്പീരിയൻസ് റിലീവിംഗ് സർട്ടിഫിക്കറ്റുകൾ ഒരാഴ്ചയ്ക്കകം. 5 മാസത്തെ ഗ്രോസ് സാലറി മുഴുവൻ എംപ്ലോയീസിനും, അതായത് ആദ്യം കൊടുത്ത 2 മാസം കൂടാതെ ഗ്രോസ് സാലറി 5 മാസത്തേക്കുള്ളത് 26-ാം തീയതി തന്നെ കൊടുക്കാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ. തീരുമാനത്തിൽ സന്തോഷമെന്ന് ജീവനക്കാർ. സന്തോഷം. നിയമലംഘനത്തെ നിയമം കൊണ്ട് തന്നെ നേരിട്ടു എന്നുള്ളതാണ് അതിലേറ്റവും ഒരു സന്തോഷം. കേരള ഗവൺമെൻറ്, പ്രതിപക്ഷ പാർട്ടികൾ, തൊഴിലാളി യൂണിയനുകൾ, മീഡിയ കവറേജ് എല്ലാം തന്നെ ഈ ഒരു സക്സസ്ഫുള്ളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇറാനിലെ ഇന്ത്യക്കാർ ലഭ്യമായ വിമാന സർവീസുകൾ ഉപയോഗിച്ച് എത്രയും വേഗം രാജ്യം വിടണമെന്ന് എംബസിയുടെ നിർദ്ദേശം. ഇറാനിൽ തുടരാൻ ആഗ്രഹിക്കുന്നവർ കനത്ത ജാഗ്രത പാലിക്കണമെന്നും എംബസി. ഇറാന്റെ ആണവ നിലയമടക്കം ആക്രമിച്ച അമേരിക്ക. മിസൈൽ, ഡ്രോൺ, റഡാർ സംവിധാനങ്ങൾ തകർത്തെന്ന് അവകാശവാദം. സമാധാന ചർച്ചകൾക്കിടയിൽ കൊല്ലപ്പെടുമോ എന്ന ആശങ്ക പങ്കുവച്ച് ഇറാൻ വിദേശകാര്യമന്ത്രി. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ജന്തർ മന്ദറിലെ പ്രതിഷേധ പന്തൽ പൊളിച്ചു നീക്കി. പാർലമെന്റിലേക്ക് നടത്തിയ സൻസദ് ചലോ മാർച്ചിന് പിന്നാലെ സംഘർഷം. നെന്മാറ ഇരട്ടക്കൊലയിൽ ചെന്താമരയ്ക്ക് തൂക്കുകയർ. പിഴയായി വിധിച്ച 20 ലക്ഷം കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾ അതുല്യയ്ക്കും അഖിലയ്ക്കും നൽകണം. പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ലെന്ന് കോടതി. ശിക്ഷ വിധിച്ചത് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ഭയം അവസാനിച്ചിട്ടില്ലെന്ന് മകൾ. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ പ്രതി ഡോക്ടർ MK റാം അറസ്റ്റിൽ. പിടിയിലായത് കർണാടകയിലെ കുടകിൽ നിന്ന്. പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത് താടി വളർത്തി രൂപം മാറ്റി. അറസ്റ്റ് ആശ്വാസം നൽകുന്നുവെന്ന് നിതിൻ രാജിന്റെ അച്ഛൻ. മറ്റ് അധ്യാപകരെയും പ്രതിയേർക്കണമെന്നും അന്വേഷണ കമ്മീഷനിൽ വിശ്വാസമില്ലെന്നും സഹോദരി. ഉത്തരേന്ത്യയിൽ പെരുമഴയും മഴക്കെടുതിയും. മരണം 27. ജമ്മു കാശ്മീരിൽ 4 മിന്നൽ പ്രളയം. ഹിമാചൽ പ്രദേശിലും നാഗാലാൻഡിലും ഉത്തരാഖണ്ഡിലും ശക്തമായ മഴ. വടക്കൻ കേരളത്തിലെ 3 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട്. സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുന്നത് 2ാം തവണ. അർജന്റീനയ്ക്കെതിരായ ജയം എക്സ്ട്രാ ടൈമിലെ ഫെറാൻ ടോറസിന്റെ ഗോളിൽ. Faltó poquito, la verdad. Solo queda agradecer a mis jugadores, a toda la gente que ha sido. മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ് അർജന്റീനയുടെ പരിശീലകൻ. ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് രാജ്യം വിട്ട് സുരക്ഷിതരാകണമെന്ന് നിർദ്ദേശം. ഇറാനിലെ ഇന്ത്യൻ എംബസിയാണ് നിർദ്ദേശം നൽകിയത്. വാണിജ്യ വിമാനങ്ങളിലടക്കം യാത്ര ചെയ്യാൻ കഴിയുമെങ്കിൽ സാധ്യത പ്രയോജനപ്പെടുത്തണമെന്നാണ് നിർദ്ദേശം. ഇതിനിടെ സമാധാന ചർച്ചകൾക്കിടെ കൊല്ലപ്പെടുമോ എന്ന ആശങ്ക ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി പങ്കുവച്ചു. ഇതിനിടെ രാവിലെ തന്നെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളടക്കം അമേരിക്ക ആക്രമിക്കുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ഇറാന്റെ വിവിധ മേഖലകളിൽ വലിയ ആക്രമണം നടക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ത്യൻ വംശജർക്ക്, ഇറാനിലുള്ള ഇന്ത്യക്കാർക്കുള്ള നിർദ്ദേശം വന്നിരിക്കുന്നത്. BV വിനോദ് ഏറ്റവും പുതിയ വിവരങ്ങളുമായി ചേരും. വിനോദ്, സ്ഥിതിഗതികൾ ആശങ്കാജനകമാണ് എന്ന വിലയിരുത്തലിലാണ് ഇന്ത്യൻ എംബസി എന്ന് വേണം മനസ്സിലാക്കാൻ. എന്താണ് പുതിയ നീക്കങ്ങൾ, നടപടികൾ? വലിയ യുദ്ധത്തിലേക്ക് പോകുമെന്ന ആശങ്ക തന്നെയാണ് ആകെ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം. ഇറാനിലുള്ള ഇന്ത്യക്കാർ എത്രയും പെട്ടെന്ന് ഇറാൻ വിടണം എന്ന നിർദ്ദേശമാണ് ഇന്ത്യൻ എംബസി നൽകിയിട്ടുള്ളത്. അത് യാത്രാ വിമാനങ്ങളല്ല, ചരക്ക് വിമാനങ്ങൾ ഉൾപ്പെടെ മറ്റ് സംവിധാനങ്ങളുണ്ടെങ്കിൽ ഏത് മാർഗവും, കരമാർഗമാണെങ്കിൽ അങ്ങനെ ഏത് മാർഗമാണെങ്കിലും സുരക്ഷിതമായ രീതിയിൽ ഇറാൻ വിടണം എന്ന നിർദ്ദേശം നൽകുമ്പോൾ തീർച്ചയായും ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ വലിയ ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോകാം എന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു സുരക്ഷാ മുൻകരുതൽ എന്ന
നിലയ്ക്ക് ഈ നിർദ്ദേശം വന്നതെന്ന് കൂടി നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട്. ഏതാണ്ട് 9,000-നും 10,000-നും ഇടയ്ക്ക് ഇന്ത്യക്കാർ ഇറാനിൽ തുടരുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ മെഡിക്കൽ വിദ്യാഭ്യാസവുമായി പോയ കുട്ടികളുണ്ട്, അവിടെ നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ബിസിനസ് ആവശ്യവുമായി പോയ ആളുകളുണ്ട്. ഇവരെല്ലാം തന്നെ സ്ഥിരതാമസം ആക്കിയ ആളുകൾ, അവിടെ ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ടൊക്കെ ദീർഘകാലമായി അവിടെ കഴിയുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് ഈ രേഖകളുള്ള ആളുകൾ, എംബസിയുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകളെല്ലാം തന്നെ അവിടെ നിന്ന് ഏതെങ്കിലും മാർഗത്തിൽ സുരക്ഷിതമായി ഇറാൻ വിടണം എന്ന നിർദ്ദേശമാണ് നൽകുന്നത്. കാരണം നേരത്തെ തെക്കൻ മേഖലകളിൽ ഉണ്ടായിരുന്ന, തീരമേഖലകളിൽ ഉണ്ടായിരുന്ന ആക്രമണത്തിനപ്പുറത്തേക്ക് US-ൻ്റെ ആക്രമണം ഇറാൻ്റെ വിവിധ മേഖലകളിലേക്ക് പോവുകയാണ്. അവിടെ ഊർജ്ജോൽപാദന കേന്ദ്രങ്ങൾ, പ്രധാനപ്പെട്ട റോഡുകൾ, പാലങ്ങൾ ഇതെല്ലാം തകർത്തുകൊണ്ടുള്ള ആക്രമണമാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ ഇത് രൂക്ഷമാകാം എന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്ന് പുലർച്ചെ പോലും വലിയ തോതിൽ മിസൈൽ ആക്രമണം ഇറാനിലേക്ക് നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാത്രമല്ല അവിടെ ജനവാസ മേഖലകളിലേക്ക് കൂടി ഈ ആക്രമണം വ്യാപിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമായി അവശേഷിക്കുന്നത്. ഇറാനും വെറുതെ ഇരിക്കുന്നില്ല. കുവൈറ്റ് വിമാനത്താവളം അടച്ച നടപടി നേരത്തെ ഉണ്ടായി. കുവൈറ്റിലേക്ക് തുടർച്ചയായി ഇറാൻ്റെ ആക്രമണം ഉണ്ടായി. അതോടൊപ്പം തന്നെയാണ് ബഹ്റൈൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക്, സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് പലപ്പോഴും ഇറാൻ്റെ ആക്രമണം ഉണ്ടാകുന്നു. അതെല്ലാം തന്നെ പ്രതിരോധിക്കുന്നു എന്ന ഒരു കാര്യമാണ് അവിടുത്തെ സർക്കാരുകൾ നൽകുന്നത്. US സെൻട്രൽ കമാൻഡിൻ്റെ വിശദീകരണം ആ നിലയ്ക്കാണ് വരുന്നത്. സ്ഥിതിഗതികൾ അങ്ങനെ വഷളാകുമ്പോൾ ചർച്ചയ്ക്കുള്ള സാധ്യത, അത് നേരത്തെ പൂർണ്ണമായും ഇല്ലാതാകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ചർച്ചകൾ വേണം എന്നൊരു നിലയിലേക്ക് അമേരിക്കയും ഇറാനും വരുന്നുണ്ട്. പക്ഷേ അതിനുള്ള സാധ്യത എങ്ങനെയെന്ന ചോദ്യമാണ് പ്രധാനമായും ഉയരുന്നത്. മാത്രമല്ല ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരക്ചിയുടെ ഒരു വാക്കുകൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവന ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അതിൽ അദ്ദേഹം പറയുന്നത് ഈ ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ തങ്ങളുടെ ജീവൻ നഷ്ടമാകില്ല എന്നതിന് എന്തുറപ്പാണ് എന്ന കാര്യമാണ്. അങ്ങനെ പറയുന്നതിനും അടിസ്ഥാനമുണ്ട്. ഒന്ന്, ഇസ്ലാമാബാദ് ചർച്ച, ആദ്യത്തെ സമാധാന ചർച്ച നടന്നത് ഇസ്ലാമാബാദിലാണ്. അവിടെ വെച്ച് ഇറാൻ്റെ നേതാക്കളെ കൊലപ്പെടുത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു എന്ന വിവരം പുറത്തു വന്നു. മാത്രമല്ല സ്വിറ്റ്സർലൻഡിൽ വെച്ചാണ് ഈ 60 ദിവസത്തെ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ആദ്യത്തെ സമാധാന കരാർ ഒപ്പുവെച്ചത്. ആ ഘട്ടത്തിലും ഈ മന്ദിരത്തിലേക്ക്, ചർച്ച നടന്ന കേന്ദ്രത്തിലേക്ക് കയറി ഇറാൻ്റെ പ്രതിനിധികളെ വകവരുത്താൻ ഇസ്രായേൽ തീരുമാനിച്ചിരുന്നു എന്ന വിവരം പുറത്തു വരുന്നു. അവിടെ അമേരിക്കയുടെ താല്പര്യം പോലും ഹനിച്ചുകൊണ്ട് ഇസ്രായേൽ ഏകപക്ഷീയമായി ഇറാൻ്റെ നേതാക്കളെ വകവരുത്താനുള്ള നീക്കം നടത്തുന്നു എന്ന ആരോപണമാണ് അരകാഴ്ചയുടെ ഭാഗത്തുനിന്ന് വരുന്നത്. കുടുംബാംഗങ്ങളോട് സംസാരിച്ച് തീരുമ്പോൾ തങ്ങളുടെ അവസാനത്തെ ഫോൺ വിളിയാകും അത് കുടുംബാംഗങ്ങളുമായുള്ള ഒരു സംഭാഷണമാകും എന്നതിൽ ഒരു ഉറപ്പും നൽകാൻ ആർക്കും കഴിയുന്നില്ല. കാരണം തങ്ങൾ കൊല്ലപ്പെട്ടേക്കും എന്ന ഒരു ആശങ്കയാണ് പ്രധാനമായും അദ്ദേഹം പങ്കുവയ്ക്കുന്നത് എന്നതുകൂടി ഇവിടെ കാണണം. എങ്കിലും ചർച്ചകൾ നടക്കും എന്ന ചില സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട്. രഞ്ജിത്ത്. ശരി വിനോദ്. UK-യുടെ പുതിയ പ്രധാനമന്ത്രിയായി ലേബർ പാർട്ടി നേതാവ് ആൻഡി ബേൺഹാം ഇന്ന് സ്ഥാനമേൽക്കും. ജനപ്രീതി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് കെയർ സ്റ്റാർമർ രാജിവെച്ച സാഹചര്യത്തിലാണ് മുൻ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയറായ ബേൺഹാം ബ്രിട്ടന്റെ അമരത്തെത്തുന്നത്. 10 വർഷത്തിനിടെ ബ്രിട്ടന്റെ 7ാമത്തെ പ്രധാനമന്ത്രിയായാണ് അദ്ദേഹം സ്ഥാനമേൽക്കാൻ ഒരുങ്ങുന്നത്. ചാൾസ് രാജാവ് സ്റ്റാർമറുടെ രാജി സ്വീകരിച്ചതോടെ അദ്ദേഹത്തിൻ്റെ പടിയിറക്കം ഔദ്യോഗികമായി. ചാൾസ് രാജാവിൽ നിന്ന് ആൻഡി ബേൺഹാം സ്ഥാനമേറ്റെടുക്കും. ലേബർ പാർട്ടി നേതൃസ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ ഏക സ്ഥാനാർത്ഥിയായിരുന്നു ബേൺഹാം. ഹൗസ് ഓഫ് കോമൺസിലെ 403 ലേബർ MP-മാരിൽ 379 പേരുടെ പിന്തുണ അദ്ദേഹം നേടി. ബെക്കിംഗ്ഹാം കൊട്ടാരത്തിലെത്തി സ്റ്റാർമർ രാജി സമർപ്പിച്ചതിന് പിന്നാലെ കൊട്ടാരത്തിലെത്തുന്ന ആൻഡി ബേൺഹാമിനോട് പുതിയ സർക്കാർ രൂപീകരിക്കാൻ രാജാവ് ആവശ്യപ്പെടും. ഇതിനുശേഷമാകും രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ബേൺഹാമിൻ്റെ ആദ്യ പ്രസംഗം. ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറിയ റേച്ചൽ റീവ്സിന് പകരക്കാരനടക്കമുള്ള പുതിയ ക്യാബിനറ്റ് അംഗങ്ങളുടെ പ്രഖ്യാപനവും ഇന്ന് തന്നെ ഉണ്ടാകും. കോറോ ഹെൽത്തിലെ കൂട്ടപ്പിരിച്ചുവിടലിൽ തർക്കം ഒത്തുതീരുന്നു. എല്ലാ ജീവനക്കാർക്കും 5 മാസത്തെ മുഴുവൻ ശമ്പളവും നൽകും. ജീവനക്കാർക്ക് പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് നൽകും. തീരുമാനം തൊഴിൽ മന്ത്രിയുമായി കമ്പനി നടത്തിയ ചർച്ചയിലാണ്. മാസത്തെ ഗ്രോസ് സാലറി മുഴുവൻ എംപ്ലോയീസിനും, അതായത് ആദ്യം കൊടുത്ത 2 മാസം കൂടാതെ ഗ്രോസ് സാലറി 5 മാസത്തേക്കുള്ളത് 26-ാം തീയതി തന്നെ കൊടുക്കാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. അടുത്ത ഞായറാഴ്ചയ്ക്കുള്ളിൽ ആ ഗ്രോസ് ജീവനക്കാർ നമ്മൾ ആവശ്യപ്പെട്ട ആ തുക തരാമെന്ന് കമ്പനി സമ്മതിച്ചിട്ടുണ്ട്. അത് നേരത്തെ കൊടുത്തതിനെ ബാധിക്കുന്നതല്ല. ജീവനക്കാരുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും അതുപോലെ റിലീവിംഗ് ലെറ്റേഴ്സും അതർ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സും, ജീവനക്കാർക്ക് ആവശ്യമായ എല്ലാ റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സും കമ്പനി 26-ാം തീയതിക്ക് മുന്നേ
കൊടുക്കുക. ഒരു അഡ്വേഴ്സ് റിമാർക്സും ഇല്ലാതെ തന്നെ അതോടൊപ്പം ഫ്യൂച്ചർ എംപ്ലോയ്മെന്റിന് വളരെ ഗുണപ്രദമാകുന്ന രീതിയിലുള്ള ഡോക്യുമെന്റ്സ് അവർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം സ്മൂത്ത് ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ. ഇനി ഒരു കമ്പനിയിൽ പോയാൽ സ്വാഭാവികമായിട്ടും പ്രവർത്തിച്ച കമ്പനിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് വെരിഫിക്കേഷൻ ഉണ്ടാകും. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കമ്പനി ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീരുമാനത്തിൽ തൃപ്തരാണെന്നും ഒപ്പം നിന്നവരോടെല്ലാം നന്ദിയുണ്ടെന്നും ജീവനക്കാർ പറഞ്ഞു. സന്തോഷം. നിയമലംഘനത്തെ നിയമം കൊണ്ട് തന്നെ നേരിട്ടു എന്നുള്ളതാണ് അതിലേറ്റവും ഒരു സന്തോഷം. കേരള ഗവൺമെൻറ്, പ്രതിപക്ഷ പാർട്ടികൾ, തൊഴിലാളി യൂണിയനുകൾ, മീഡിയ കവറേജ് എല്ലാം തന്നെ ഈ ഒരു സക്സസ്ഫുള്ളിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ എല്ലാവരും ഗവൺമെൻറ് ആയാലും നമ്മളെ കൂടെ നിന്നുകൊണ്ടുള്ള ഒരു ഇതാണ് നമുക്കിപ്പോൾ കിട്ടിയത്. അതിൻ്റെ ഒരു സക്സസ് ആണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എന്തായാലും സന്തോഷമുണ്ട്. എല്ലാവരും ഇപ്പോൾ ന്യൂസ് ആണെങ്കിലും സോഷ്യൽ മീഡിയ ആണെങ്കിലും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് തന്നതിന് എല്ലാവരോടും നല്ലൊരു താങ്ക്സ് ഉണ്ട്. എല്ലാവർക്കും നന്ദിയുണ്ട്. ഇപ്പൊ നമ്മൾ ഈ 800 പേരാണെങ്കിലും ഒരുമിച്ച് നിന്നിട്ടാണ് ഇത് ഫൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ കുറച്ച് പേര് മാറി നിൽക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഈ ഒരു സക്സസ് ഉണ്ടാവില്ലേന്നോ? എന്ത് തോന്നുന്നു ഈ ഒരു സന്തോഷം. നമ്മള് ഇത്രയും ചെയ്തിട്ട് സന്തോഷമായി. ഇങ്ങനത്തെ ഒരു ബെനിഫിറ്റ് കിട്ടിയല്ലേ. പ്രത്യക്ഷത്തിൽ വന്ന ആൾക്കാരുണ്ട്, പരോക്ഷം വന്ന ആൾക്കാരുണ്ട്. എല്ലാവരും നമുക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളൂ. പിന്നെ കുറെ ആൾക്കാർക്ക് വരാൻ പറ്റിയിട്ടില്ല. ഓരോ സാഹചര്യം കൊണ്ടാണ്. ഇതിന്റെ കൂടെ നിന്ന് പ്രവർത്തിച്ച എല്ലാവർക്കും സന്തോഷം, നന്ദി. ന്യൂഡൽഹിയിലെ ജന്തർ മന്ദറിൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ കോക്രോച്ച് ജനതാ പാർട്ടി നടത്തിയ പ്രതിഷേധ പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പാർലമെന്റിലേക്ക് നടത്തിയ സൻസദ് ചലോ മാർച്ചിന് പിന്നാലെയാണ് സ്ഥലത്ത് വലിയ സംഘർഷം ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് പന്തൽ പൊളിച്ച് പോലീസ് നടപടിയും ഉണ്ടായത്. വി വിനോദ് വിവരങ്ങളുമായി ചേരും. വിനോദ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടക്കുന്ന സമരം ഇന്ന് പാർലമെന്റ് മാർച്ച് അടക്കം പ്രഖ്യാപിച്ചിരുന്നു. ഇന്ന് സംഭവിച്ചത് എന്താണ് ഡൽഹിയിൽ? അക്ഷരാർത്ഥത്തിൽ തെരുവ് യുദ്ധമാണ് ഡൽഹിയിൽ അരങ്ങേറിയത്. CJPയുടെ പാർലമെന്റ് മാർച്ച് തടയുന്നതിന് വേണ്ടി പോലീസിന്റെ നടപടി ഉണ്ടായി. പോലീസ് ജലപീരങ്കി ഉപയോഗിക്കുകയും കണ്ണീർവാതകം പ്രയോഗിക്കുകയും ചെയ്തു. മെട്രോ സ്റ്റേഷനും റെയിൽവേ സ്റ്റേഷനും അടക്കം അടച്ചിടുന്ന നിലയുണ്ടായി. ഇന്റർനെറ്റ് ഭാഗികമായി വിച്ഛേദിച്ചു. ഈ തരത്തിൽ ഒരു 50 സോണുകളായെങ്കിലും ആ പ്രദേശത്തെ തിരിച്ചുകൊണ്ടുള്ള സുരക്ഷാ ക്രമീകരണമാണ് ഏർപ്പെടുത്തിയത്. വലിയ തോതിൽ യുവാക്കൾ ഈ റാലിയിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് തടയുന്നതിന് വേണ്ടി പോലീസിൻ്റെ ഭാഗത്ത് നടപടിയുണ്ടായി. അതിനപ്പുറത്തേക്കാണ് പിന്നീട് പോലീസിൻ്റെ നേരിട്ടുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. ഇതിന് പിന്നാലെ CJP നേതാക്കൾ JP നദ്ദയുമായി ചർച്ച നടത്തിയിരുന്നു. ഈ സമരം അവസാനിപ്പിക്കണമെന്ന ആവശ്യമാണ് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇവർ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ എഴുതി നൽകി, അവരുടെ ആവശ്യങ്ങൾ എഴുതി നൽകുകയായിരുന്നു. എന്നാൽ ഇങ്ങനെ ഒരു ചർച്ച നടന്നു. അതിന് പിന്നാലെ കൂടുതൽ ചർച്ചയുണ്ടാകും, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകും, ഒരുപക്ഷെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേക്കുമെന്നൊക്കെ ഉള്ള പ്രതീതി ഉണ്ടായിരുന്നു. എന്നാൽ സംഭവിച്ചത് തിരിച്ചാണ്. ജന്തർ മന്ദറിലെ സമരപ്പന്തൽ പോലീസ് വളരെ പെട്ടെന്ന് തന്നെ പൊളിച്ചു മാറ്റുകയായിരുന്നു. അവിടെയും വലിയ പ്രതിഷേധം CJPയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിൻ്റെ ഈ സമരത്തിൻ്റെ ഒരു ആദ്യഘട്ടത്തിൽ കണ്ടതുപോലെ അല്ല, കൂടുതൽ സംഘടനകൾ, അതായത് പ്രതിപക്ഷ സംഘടനകൾ ഈ സമരത്തിന് അനുകൂലമായി രംഗത്ത് വരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. കോൺഗ്രസൊക്കെ ഒരു ഘട്ടം വരെ മാറി നിന്നതാണ്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസൊക്കെ ഔദ്യോഗികമായി തന്നെ ഈ സമരത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് DYFIയും SFIയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഈ സമരത്തിൻ്റെ ഭാഗമായി ഇപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുന്നുണ്ട്. അവിടെ അഭിജിത് ദീപ്കയുടെ നിരാഹാര സമരം അത് വാങ്ചുക്കിൻ്റെ നിർദ്ദേശപ്രകാരം പിന്നീട് അത് മാറ്റിവെച്ചിരുന്നു. ഏതായിരുന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ എന്താണ് സംഭവിക്കാൻ പോവുക? ഈ സമരത്തെ ഒരുപക്ഷെ കായികമായി പോലീസിനെ കൊണ്ട് നേരിടാനുള്ള തീരുമാനം തന്നെയാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിട്ടുള്ളത്. അതിൻ്റെ കൃത്യമായ സൂചനയാണ് ഇന്ന് നമുക്ക് ലഭിച്ചത്. സമരപ്പന്തൽ പൊളിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ഇനി CJPയുടെ ഭാഗത്തു നിന്നാണ് എന്ത് നടപടിയിലേക്ക് കാര്യങ്ങൾ പോകും. പ്രശാന്ത് ഭൂഷൺ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. കോടതിയുടെ ഭാഗത്തു നിന്ന് ഏത് തരത്തിലുള്ള നടപടി ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ചോദ്യചിഹ്നമായി വരുന്നുണ്ട്. പക്ഷേ ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് ഉണ്ടാകില്ല എന്നതിൻ്റെ ഒരു സൂചനയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായ നീക്കങ്ങൾ. രഞ്ജിത്ത്. ശരി വിനോദ്.
രാജ്യം പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെയും പ്രധാനമന്ത്രി പ്രശംസിച്ചു. സ്കൈ റൂട്ടിന്റെ വിജയം ഇതിന് ഉദാഹരണമാണ്. യുവത അഭിമാനകരമായ നേട്ടമുണ്ടാക്കിയെന്നും മോദി പറഞ്ഞു. രാഹുൽ ഗാന്ധിക്കും പ്രധാനമന്ത്രി ഉളിയമ്പ് ചെയ്തു. 56 വയസ്സുള്ള യുവതയെക്കുറിച്ചല്ല താൻ പറഞ്ഞതെന്നായിരുന്നു മോദിയുടെ പരാമർശം. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ മുന്നോടിയായാണ് പ്രധാനമന്ത്രിയുടെ പ്രസംഗം. भारत का एक युवा स्टार्टअप उसने बहुत बड़ी सिद्धि प्राप्त की है और ये जो स्काई रूट स्टार्टअप है उसमें जो नौजवान काम कर रहे हैं, मुझे बताया गया उनकी पूरी टीम की जो एवरेज एज है वो सिर्फ 28 साल है. ऐसे नौजवानों ने ये काम करके दिखाया है. मैं किसी 56 साल के नौजवान की बात नहीं कर रहा हूं. मैं देश के ये स्टार्टअप ने 28 के एवरेज वाले नौजवानों ने अंतरिक्ष में भारत का झंडा गाड़ दिया है. उनको तो बधाई है ही है, लेकिन ऐसी बातें जो हैं जो भारत को आत्मविश्वास से भर देती है. विश्व में भारत का प्रोफाइल सर्वमान्य सर्वस्वीकृत बनता जाता है. ജനനായകൻ പുതിയ പ്രൊമോ പുറത്ത്. ഇലക്ഷൻ സമയത്ത് വൈറലായ മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ ആക്ഷൻ പ്രൊമോയിൽ അനുകരിക്കുന്നുണ്ട് വിജയ്. ജനനായകൻ ജൂലൈ 23-നാണ് തിയേറ്ററിലെത്തുക. നേരത്തെ തമിഴ്നാട് നിയമസഭയിൽ സ്റ്റാലിൻ്റെ ആക്ഷൻ വിജയ് അനുകരിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സിനിമയിലും അതേ രംഗം ഉപയോഗിച്ചിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി MK സ്റ്റാലിൻ്റെ മാസ് ആക്ഷൻ അത് പിന്നീട് വിജയ് അനുകരിക്കുന്നത് ആദ്യ നിയമസഭാ സമ്മേളനത്തിലെ അവസാനത്തെ ദിവസത്തിലാണ്. ഒരു ആക്ഷൻ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞ് സ്പീക്കറുടെ അനുവാദം ചോദിച്ചിട്ടാണ് മുഖ്യമന്ത്രി വിജയ് ആ ആക്ഷൻ നിയമസഭയിൽ കാണിച്ചത്. ഇപ്പോഴിതാ ജനനായകൻ്റെ പുതിയ പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ്. ആ പുതിയ പ്രൊമോയിൽ അതേ ആക്ഷൻ വിജയ് വീണ്ടും അനുകരിക്കുന്നത് കാണാം. റിയൽ ലൈഫിലും MK സ്റ്റാലിനിട്ട് കൊട്ടുകയാണ് വിജയ് എന്നത് പറയേണ്ടി വരും. ഈ രംഗം പുതുതായി ചിത്രീകരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ലീക്ക് ചെയ്യപ്പെട്ട രംഗങ്ങളല്ലാതെ പുതുതായി സിനിമയിൽ ആഡ് ചെയ്തിട്ടുള്ള രംഗങ്ങൾ പലതുണ്ട് എന്ന് നിർമ്മാതാക്കളായ KVN പ്രൊഡക്ഷൻസ് പറയുന്നത് വിശ്വസിച്ചേ മതിയാവൂ. ഏകദേശം 43 സെക്കൻഡുകളോളം ചിത്രത്തിൽ പുതുതായി ആഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് KVN പ്രൊഡക്ഷൻസ് പറഞ്ഞത്. പക്ഷേ അതല്ലാതെ ചില സർപ്രൈസ് മൊമെന്റ്സും എലമെന്റ്സും ഓൺലൈനിൽ ലീക്ക് ചെയ്ത പ്രിന്റ് അല്ലാതെ തന്നെ തിയേറ്ററിൽ ജൂലൈ 23-ാം തീയതി റിലീസിനെത്തുമ്പോൾ കാണാൻ നിൽക്കുന്ന പ്രേക്ഷകർക്ക് ഒരു പുതിയ ഫീസ്റ്റായിട്ട് ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷ നൽകുന്ന ചില രംഗങ്ങളാണ് ഇപ്പോൾ ജനനായകൻ്റെ പുതിയ പ്രൊമോയിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്. വിജയുടെ തന്നെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെയാണ് ഈ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത്. പക്ഷേ ഏറ്റവും അവസാനം ഈ വീഡിയോയുടെ അവസാനത്തെ ഷോട്ടിലാണ് MK സ്റ്റാലിൻ്റെ വൈറലായ ഈ ആക്ഷൻ രംഗം വിജയ് അനുകരിക്കുന്നത് സിനിമയിലും കൂടി കാണാൻ സാധിക്കുന്നത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ആദ്യ നിയമസഭാ സമ്മേളനത്തിലെ അവസാനത്തെ ദിനത്തിലായിരുന്നു ഈ രംഗം ഉണ്ടായിരുന്നത്. ഇലക്ഷന് മുന്നേ ആയിട്ട് MK സ്റ്റാലിൻ നടത്തിയ ഈ വൈറൽ ആക്ഷൻ പിന്നീട് ഇലക്ഷന് ശേഷം നമ്മൾ കണ്ടതാണ്. MK സ്റ്റാലിൻ പരാജയപ്പെട്ട് പുറത്തേക്ക് പോയി MLA ആകാൻ പോലും കഴിഞ്ഞില്ല. അതിന് പിന്നാലെയാണ് ഉദയനിധി സ്റ്റാലിൻ ആദ്യ നിയമസഭാ സമ്മേളനത്തിൽ വിജയ്ക്കെതിരെ ഒരു മറുപടി പറഞ്ഞത്. ഒരു ചെങ്കൽപ്പെട്ട് കുടുംബ കോടതിയിൽ ഭർത്താവിനെ അന്വേഷിച്ചു പോകുന്ന ഭാര്യയുടെ കഥ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഉദയനിധി സ്റ്റാലിൻ വിജയ്ക്കെതിരെ തുറന്നടിച്ചത്. അതിന് പിന്നാലെയാണ് ഒരു ആക്ഷൻ കാണിക്കാനുണ്ട്, സാറിന് അനുവാദം തരണമെന്ന് സ്പീക്കറോട് ചോദിച്ചതിന് പിന്നാലെ വിജയ് ഈ ഒരു ആക്ഷനും കൂടി നടത്തുകയും ചെയ്തത്. അത് ഉദയനിധി സ്റ്റാലിനും വിട്ടുള്ള കൊട്ടാണ്. അത് സിനിമയിലും ജനനായകനിലും ആ കൊട്ട് വിജയ് കൊടുക്കുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ പ്രൊമോയിലൂടെ വ്യക്തമാകുന്നത്. ഏകദേശം 2 ദിവസങ്ങളായി കേരളത്തിൽ വലിയ ബുക്കിംഗ് തുടരുകയാണ് ജനനായകൻ. മെനഞ്ഞാന്ന് രാത്രി തുടങ്ങിയ ബുക്കിംഗ് ഏകദേശം കേരളത്തിൽ മാത്രം 2 കോടിയിലധികം രൂപയാണ് അഡ്വാൻസ് ബുക്കിംഗായി നിലവിൽ ഉണ്ടായിട്ടുള്ളത്. ഇനിയും 3 ദിവസം റിലീസിന് ബാക്കിയുണ്ട്. അതിന് പിന്നാലെ ഓരോ ദിവസങ്ങളും പ്രൊമോയും ഓരോ സർപ്രൈസുകളും നിറച്ചുകൊണ്ട് വരുന്നതായിരിക്കും. കേരളത്തിൽ രാവിലെ 6 മണിക്കാണ് ആദ്യ ഷോ. തമിഴ്നാട്ടിൽ 9 മണിക്ക് തന്നെ ഷോ ആരംഭിക്കും. എന്നാൽ ബ്ലാക്കിനൊന്നും വിൽക്കുന്ന ടിക്കറ്റുകൾ നടപടിയാവില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ അതിന് കർശനമായ നടപടി വിജയ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഓൺലൈനിൽ 1.5 കോടിയിലധികം ആളുകൾ കണ്ട് ഈ പ്രിന്റിന് പിന്നാലെയും പക്ഷേ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ ഏകദേശം 3 ലക്ഷത്തിലധികം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോ എന്ന ആപ്പ് വഴി മാത്രമായി വിറ്റഴിക്കപ്പെടുന്നത്. ദ ഹൈപ്പ് ഈസ് റിയൽ ജനനായകൻ ജൂലൈ 23-ന് തിയേറ്ററുകളിലെത്തും. ഇടവേള.
സാമ്പത്തിക രംഗവും ഭരണനിർവഹണ സംവിധാനങ്ങളും ഡിജിറ്റൽ യുഗത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവെക്കുകയാണ്. ഓരോ ധനകാര്യ വർഷത്തിന്റെയും പകുതി അടയാളപ്പെടുത്തുന്ന ജൂലൈ മാസം സാധാരണയായി പുതിയ സാമ്പത്തിക അച്ചടക്കങ്ങളുടെയും പരിഷ്കാരങ്ങളുടെയും തുടക്കമാകാറുണ്ട്. ഈ വർഷവും അതിൽ ഒട്ടും കുറവല്ല. രാജ്യത്തെ സാധാരണക്കാരായ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് ആഴ്ചകൾ നീണ്ട തർക്കങ്ങൾക്കൊടുവിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനുമായി കൂടിക്കാഴ്ച നടത്തി KSU സംസ്ഥാന നേതൃത്വം. സെക്രട്ടേറിയറ്റിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരുന്നു അരമണിക്കൂറിലേറെ നീണ്ട കൂടിക്കാഴ്ച. SFI പശ്ചാത്തലമുള്ള ജയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതിലുള്ള ആശങ്ക നേതാക്കൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് പോസിറ്റീവായ തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നേതാക്കൾ വ്യക്തമാക്കി. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വി.ഡി. സതീശനും KSU സംസ്ഥാന നേതൃത്വവും തമ്മിലുണ്ടായ തർക്കം അതിന്റെ പാരമ്യത്തിലേക്ക് കടന്നതോടെയാണ് പാർട്ടി നേതൃത്വം അനുനയ നീക്കത്തിന്റെ ഭാഗമായി വിഷയത്തിൽ ഇടപെടൽ നടത്തിയത്. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ചർച്ചയ്ക്ക് വിളിച്ചത്. 3:30യോടെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ KSU സംസ്ഥാന നേതാക്കളും വി.ഡി. സതീശനും തമ്മിലുള്ള കൂടിക്കാഴ്ച ആരംഭിച്ചത്. KSU നേതൃത്വത്തിന് ജിയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായ ആശങ്കകളും അതുമായി ബന്ധപ്പെട്ട് ആരോപണം ഉന്നയിക്കാനിടയായ സാഹചര്യങ്ങളും അടക്കം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ KSU നേതൃത്വം കൃത്യമായ വിവരങ്ങളെല്ലാം വിശദീകരിച്ചു. അദ്ദേഹം അത് മുഴുവൻ കേട്ടിരുന്നുവെന്നാണ് KSU നേതാക്കൾ മാധ്യമങ്ങളോട് ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പ്രതികരിച്ചത്. അനുഭാവപൂർണമായ ഒരു തീരുമാനം, പോസിറ്റീവായ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്നും അനൂഷ്യ സേവ്യർ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട KSUവിന്റെ മുഴുവൻ ആശങ്കകളും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞങ്ങൾ അറിയിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കേരളത്തിന്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയുമെന്നാണ് അന്നും പറഞ്ഞിരുന്നത്. അദ്ദേഹവും ഈ മന്ത്രിസഭയിലെ മുഴുവൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുഴുവൻ മന്ത്രിമാരും KSUവിലൂടെ കടന്നു വന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും KSUക്കാരുടെ വൈകാരികത എല്ലാം അവരിൽ ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് തന്നെയാണ്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരിക്കൽ KSU ആയിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് അവർ KSU ആണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ സർക്കാരിന്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്കുള്ള ബോധ്യങ്ങൾ, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ അറിവുകൾ മുഴുവൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് സർക്കാരാണ്. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട പാർട്ടിയും അതോടൊപ്പം പോഷക സംഘടനകളും വലിയ തരത്തിൽ സർക്കാരിനെതിരെ പോർമുഖം തുറക്കുകയും അത് ഭരണത്തെ തന്നെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കുന്ന തരത്തിൽ വിമർശനങ്ങളായി ഉയരുകയും ചെയ്യുന്നതിന് പിന്നാലെയാണ് നേതൃത്വം ഈ വിഷയത്തിൽ അടിയന്തരമായ ഇടപെടൽ നടത്തിയത്. KSUവിന്റെ അഭ്യർത്ഥന മാനിച്ച് ജിയോണ ജെയിംസിനെ ഗവൺമെന്റ് പ്ലീഡറായി നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവ് പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്നതാണ് ഇനി ഏറ്റവും ആകാംക്ഷ ഉണർത്തുന്ന കാര്യം. അങ്ങനെ ഉണ്ടായെങ്കിൽ അത് വലിയൊരു മഞ്ഞിരിക്കൽ നീക്കമായി വ്യാഖ്യാനിക്കപ്പെടും. അതല്ല, ഇപ്പോഴെടുത്തിരിക്കുന്ന തീരുമാനവുമായി സർക്കാർ മുമ്പോട്ട് തന്നെയാണ് പോകുന്നതെങ്കിൽ KSU ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട വിമർശനം ഉന്നയിച്ചവർ തുടർന്ന് ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങളായിരിക്കും ഇതിനെതിരെ നടത്തുക എന്നതാണ് ശ്രദ്ധേയമായി മാറുക. ചെന്താമരയ്ക്ക് തൂക്കുകയർ. നെന്മാറ ഇരട്ടക്കൊല കേസ് പ്രതി ചെന്താമരയ്ക്ക് വധശിക്ഷ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ശിക്ഷ വിധിച്ചത്. പ്രതി 20 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തുക കൊല്ലപ്പെട്ട സുധാകരന്റെ മക്കൾക്ക് നൽകണം. തുക ഒടുക്കിയില്ലെങ്കിൽ 3 വർഷം അധിക തടവ് അനുഭവിക്കണം. കേസ് അപൂർവങ്ങളിൽ അപൂർവം എന്നും കോടതി നിരീക്ഷിച്ചു. കണ്ണൂർ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജ് വിദ്യാർത്ഥിനി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ അറസ്റ്റിലായ അധ്യാപകൻ ഡോക്ടർ MK റാം റിമാൻഡിൽ. കർണാടകയിലെ കുടകിൽ നിന്നാണ് ഇയാളെ പിടിച്ചത്. ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. താടി വളർത്തി രൂപം മാറിയാണ് പ്രതി ഒളിവിൽ കഴിഞ്ഞിരുന്നത്. വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം ഇന്ന് തന്നെ കോടതി മുമ്പാകെ ഹാജരാക്കുന്നതാണ്. അദ്ദേഹം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ കർണാടകയിലും ആന്ധ്രയിലുമായ പല സ്ഥലങ്ങളിലാണ് ഉണ്ടായിരുന്നാണ് അറിയിച്ചത്. ബാക്കി കൂടുതൽ കാര്യങ്ങൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ കൂടുതൽ ഇപ്പോൾ പുറത്തു പറയാൻ സാധിക്കില്ല. എങ്കിലും കോടതി മുമ്പായുള്ള വിഷയമാണ്. ഇതൊക്കെ അന്വേഷണത്തിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ അറിയാം, പുറത്ത് പറയാൻ വേണ്ടി പാടില്ല. കോടതി മുമ്പ് ഹാജരാക്കേണ്ട പ്രതിയാണ്. ബാക്കി പ്രൊസീജിയർ കുറച്ച് കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കുന്നതാണ്. സുപ്രീം കോടതിയിൽ ബെയിൽ അപ്ലിക്കേഷൻ നിലനിൽക്കായിരുന്നു. സുപ്രീം കോടതിയുടെ ബെയിൽ അപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്ത് അന്ന് തന്നെ
പ്രത്യേകമായ സംഘത്തെ നിയോഗിച്ചിരുന്നു. ആ സംഘം തന്നെയാണ് പ്രതിയെ പിടികൂടിയത്. അതേസമയം ഡോക്ടർ റാമിന്റെ അറസ്റ്റ് ആശ്വാസം നൽകുന്നുവെന്ന് നിതിൻ രാജിന്റെ അച്ഛൻ പ്രതികരിച്ചു. വളരെയധികം ആശ്വാസം നൽകുന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നതെങ്കിലും 100 ദിവസങ്ങളോളം എടുത്തു റാമിനെ അറസ്റ്റ് ചെയ്യാൻ. അവൻ്റെ കിരാതമായ ആ പ്രവൃത്തിയാൽ എൻ്റെ മകൻ സംശയാസ്പദമായി കണ്ണൂർ അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിൽ കൊല ചെയ്യപ്പെട്ടു. ഇതിന് പിന്നിൽ വീണ്ടും അധ്യാപകരുണ്ട്. പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ഇൻസിഡൻറ്റിൽ ആരൊക്കെയാണോ പങ്കെടുത്ത അവരെല്ലാം പ്രതികളാണ്. അവരെ പുറത്തു കൊണ്ടുവരാനാണ് ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം കൊടുക്കാൻ ഞങ്ങൾ പോകുന്നത്. കാരണം ഒരു പ്രതി വന്നിട്ട് കാര്യമില്ല, മറ്റുള്ള എല്ലാ പ്രതികളും പുറത്തു കൊണ്ടുവരണം. എൻ്റെ മകൻ പഠിച്ചിറങ്ങി നല്ല ഡോക്ടറായി പോകാൻ ആഗ്രഹിച്ച എൻ്റെ പ്രിയപ്പെട്ട മകനാണ്. അവനെ അവർ കൊന്നു തള്ളി. നിങ്ങൾ ചാനലിലും പത്രങ്ങളിലും എഴുതുന്നത് പോലെയല്ല, ആത്മഹത്യയല്ല, കൊലപാതകമാണ്. അതേസമയം പ്രതി അന്വേഷണവുമായി സഹകരിക്കുമെന്നും ലോൺ ആപ്പിൽ നിന്നും ലോൺ എടുത്തതിന്റെ സമ്മർദ്ദമാണ് നിതിൻ രാജിന്റെ മരണത്തിന് കാരണമെന്നും റാമിന്റെ അഭിഭാഷകൻ പറഞ്ഞു. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റ് വൈകിയതിൽ വിമർശനവുമായി ഹൈക്കോടതി. വെള്ളിയാഴ്ചത്തെ വിമർശനത്തെ തുടർന്നാണ് ഡോക്ടർ എം കെ റാമിന്റെ അറസ്റ്റെന്നും കോടതി പറഞ്ഞു. ഇത് ശരിയല്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. ഈ കേസിനൊരു അനുകമ്പയുടെ ഘടകമുണ്ട്. അച്ഛനും അമ്മയ്ക്കും ആകെ ഉണ്ടായിരുന്ന മകനാണ് നിതിൻ രാജ്. ഡോക്ടർ എം കെ റാം നിതിൻ രാജിനെ കടുത്ത രീതിയിൽ ഉപദ്രവിച്ചു. ഉപദ്രവത്തിൽ നിവൃത്തിയില്ലാതെയാണ് നിതിൻ രാജിന്റെ ആത്മഹത്യ. മനുഷ്യത്വമില്ലാത്ത ആളുകളെ ആ രീതിയിൽ കണക്കാക്കണമെന്നും കോടതി നിരീക്ഷിച്ചു. സാംസ്കാരിക വകുപ്പും വൈലോപ്പള്ളി സംസ്കൃതി ഭവനുമായി ചേർന്ന് വിഖ്യാത ഗായിക എസ് ജാനകിയുടെ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ജാനകി അമ്മയുടെ കലാജീവിതം അത്ഭുതം നിറഞ്ഞതാണെന്ന് ആന്ധ്രാപ്രദേശിൽ ജനിച്ചുവെങ്കിലും ഓരോ തെന്നിന്ത്യൻ സംസ്ഥാനത്തിലെ ജനതയും അവരുടെ സ്വന്തമെന്നും കരുതിയ ഗായികയായിരുന്നുവെന്നും സിനിമാ സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. ജാനകി അമ്മയുടെ കലാജീവിതം അത്ഭുതം നിറഞ്ഞതാണ്. ഏതാണ്ട് 60 വർഷത്തോളം ചലച്ചിത്ര ഗാന രംഗത്ത് അവർ നിറഞ്ഞു നിന്നു. കേരളം രൂപീകരിച്ച വർഷം ആദ്യത്തെ പാട്ട് പാടി 2016 വരെ പാടി. 2016 റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചെങ്കിലും പിന്നീട് ഒരു തമിഴ് സിനിമയിൽ 2018 റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷവും പാടി. 4 ദേശീയ പുരസ്കാരങ്ങൾ, 33ഓളം സംസ്ഥാന പുരസ്കാരങ്ങൾ. കേരളത്തിൽ നിന്ന് തന്നെ 11 പുരസ്കാരം ജാനകി അമ്മയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഏത് ഭാഷയിൽ പാടിയാലും ആ ഭാഷയുടെ ആത്മാവിൽ തൊട്ട് പാടുവാനുള്ള അസാധാരണമായ കഴിവ് ജാനകി അമ്മയ്ക്കുണ്ടായിരുന്നു. ഒരിടവേള. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.